ഒരിക്കൽ വിശ്വസാഹിത്യകാരനായ ലിയോ ടോൾസ്റ്റോയി ഒരു റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുമ്പോൾ ഒരു ഭിക്ഷക്കാരൻ ഭിക്ഷ യാചിക്കുന്നത് തൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. പലരും അദ്ദേഹത്തെ ആട്ടി ഓടിക്കുന്നത് അദ്ദേഹം കാണുവാനിടയായി. ഒടുവിൽ ആ ഭിക്ഷക്കാരൻ തൻ്റെ അടുക്കൽ വന്ന് ഭിക്ഷ യാചിച്ചു. അപ്പോൾ അദ്ദേഹം വളരെ സ്നേഹത്തോടു കൂടി പറഞ്ഞു, സഹോദര, എൻ്റെ കയ്യിൽ കാശൊന്നും ഇല്ലാതെ പോയല്ലോ എന്ന് അദ്ദേഹം പറയുവാനിടയായി. പെട്ടെന്ന് ആ ഭിക്ഷക്കാരൻ നിറ കണ്ണുകളോടെ അദ്ദേഹത്തോട് പറഞ്ഞു, ആരും എനിക്കിതുവരെ തരാത്തതൊന്ന് അങ്ങ് തന്നു കഴിഞ്ഞു. എന്നെ ഇതുവരെ ആരും സഹോദര എന്ന് വിളിച്ചിട്ടില്ല. എല്ലാവരെയും ഒരുപോലെ കാണാനുള്ള അങ്ങയുടെ മനോഭാവത്തെ ഞാൻ അഭിനന്ദിക്കുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം അവിടെ നിന്ന് കടന്നു പോകുവാൻ ഇടയായി. അതെ, എല്ലാ മനുഷ്യരും ദൈവത്തിൻ്റെ മുൻപാകെ ഒന്നാണ് എന്നുള്ളൊരു മനോഭാവം നാം ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ബൈബിളിൽ ഇങ്ങനൊരു വാക്യമുണ്ട്, ഒരുത്തൻ മറ്റൊരുത്തനെ ശ്രേഷ്ഠനെന്ന് എണ്ണിക്കൊള്ളട്ടെ. അങ്ങനൊരു മനോഭാവം നമുക്ക് കാണുവാൻ സാധിക്കുന്നത് യേശുവിൻ്റെ ജീവിതത്തിലാണ്. ആകയാൽ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു, അതേ യേശുവിൻ്റെ ഭാവം നമ്മളിലും ഉണ്ടാകട്ടെ. ആകയാൽ ആ ഒരു മനോഭാവത്തോടുകൂടെ മുന്നോട്ട് ജീവിക്കാൻ നമ്മെ ഓരോരുത്തരെയും ദൈവം സഹായിക്കട്ടെ. May God bless you.